ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഐഷുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹെയറിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കിനെ പറ്റിയിട്ടാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു 5 മിനിറ്റിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇപ്പോൾ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്കേനെ ഇതുപോലെ ഈ കാണുന്ന ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡാണ്. അത് നമ്മൾ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഹെയറിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ 2 സ്പൂണ് ഫ്ലാക്സ് സീഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണ്ടേ, നമ്മൾ നല്ല മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 1 ഗ്ലാസ് വെള്ളമായിട്ട് മാറണം. ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ടെക്സ്ചർ നമ്മൾ ഇപ്പോഴേ നോക്കി വയ്ക്കണം. ഒരു നല്ല വെള്ളത്തിൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇനി അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു കുഴമ്പ് പരുവത്തിലാകും. അതുവരെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ തിളപ്പിക്കണം. നല്ല വെട്ടി തിളച്ച് 1 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ്സിലോട്ട് മാറണം. അതുവരെയും നമ്മൾ നല്ല തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ലേഡീസ് ഫിംഗർ രണ്ടും നമ്മുടെ ഹെൽത്തിനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതായിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു റെമഡിയാണ്. ഫ്ലാക്സ് സീഡിലായിക്കോട്ടെ, അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറിലും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഒരുപാട് omega-3 ഫാറ്റി ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളോടുകൂടി നല്ല സ്ട്രെങ്തോടുകൂടി വളരാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവർ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെയറിനെ നല്ലതായിട്ട് വളരാനും സ്പെറ്റൻസൊക്കെ മാറാനും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ഹെയർ കിട്ടാനും ഇതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ നല്ല തിളച്ച് വരണമായിരിക്കും നമ്മൾ മിക്സ് ചെയ്ത് നല്ല തിളപ്പിക്കണം. നല്ല തിളവന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ആ ഒരു ഫാക്റ്റി ആയിട്ടുള്ള സാധനം കിട്ടത്തുള്ളൂ. നല്ല കുഴമ്പ് പോലത്തെ ഒരു സംഭവം കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഹെയറിന് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല ഇളക്കി നല്ലതായിട്ട് നല്ല മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ എന്ന് പറയുമ്പോൾ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല തിളച്ച് നല്ലതായിട്ട് അതിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങി നല്ലതായിട്ട് ആ കുഴമ്പൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും അത് 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് 1 ഗ്ലാസ്സിലോട്ട് മാറണം. അത്രയ്ക്ക് നമ്മൾ വറ്റിച്ചെടുക്കണം തിളപ്പിച്ച്. എന്നാൽ മാത്രമേ അത്രത്തോളം യൂസ്ഫുള്ളായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നല്ല തിളയ്ക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾ നല്ല തിളച്ച് നല്ലതായിട്ട് കിട്ടുന്നവരേക്കും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെയും അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറിൻ്റെയും ഒക്കെ ആ ഒരു ഇതെന്ന് പറയുന്നത് നന്നായിട്ട് ആ ഒരു കുഴമ്പ് പരുവത്തിലോട്ട് ആയി വരികയാണ്. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ചതച്ച് കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും ആ ഒരു കട്ടയായിട്ട് കിടക്കുന്ന ലേഡീസ് ഫിംഗറൊക്കെ നല്ല ചതഞ്ഞ് നല്ലൊരു ഇതായിട്ട് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ കുറച്ചും കൂടെ നല്ലതായിട്ട് അതിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങത്തുള്ളൂ. എന്നാൽ മാത്രമേ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇടിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം ഒന്നും കൂടി നന്നായിട്ട്. ഇപ്പോൾ നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ആ വെള്ളം ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കും കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു തിള നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് തിളപ്പിക്കുക. ഇപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിന് പകുതി ഗ്ലാസ്സിലോളം നമ്മൾ എന്ത് ചെയ്യുക, തിളപ്പിച്ചെടുക്കുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെച്ചാൽ 2 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ തിളപ്പിച്ച് വറ്റി കുറുകി എടുക്കുമ്പോഴേക്കും 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് ആക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് കുഞ്ഞു പിള്ളേരാരും ചെയ്യരുത്, കാരണം അവർക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ വെള്ളം നല്ല പതഞ്ഞ് നല്ല തിളച്ച് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും എസെൻസ് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു നല്ല തിള വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു എസെൻസ് എല്ലാം ഇറങ്ങിയിട്ടുള്ളതുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഗ്യാസിൽ നിന്ന് എടുത്ത ശേഷമുള്ളതാണ്. ഇങ്ങനെ അത് കുറുകി വരും. ഇത്രയും കുറുക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാവോ അടുത്തൊരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക.
അതിനുശേഷം നമ്മളൊരു മിക്സി ജാറിലോട്ട് വയ്ക്കുക. ഇതെന്ന് പറയുമ്പോൾ തണുത്ത ശേഷം മാത്രമേ അരയ്ക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സി ജാറിലോട്ട് എടുത്തിട്ട് നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് പാടായിട്ടുള്ളൊരു പണി. കുറച്ച് സമാധാനത്തോടെ ചെയ്യാനുള്ളതാണ്, വേറൊന്നല്ല. ഒരു തുണിയിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു നീര് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ഒരു മുടിയിൽ നമ്മുടെ ഈ നരക്കം ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു തുണി എടുത്തിട്ട് നല്ലതായിട്ട് എന്ത് ചെയ്യുക, പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും നല്ലതായിട്ട് നമുക്കതിൻ്റെ ആ ഒരു എസൻസ് മാത്രമായിട്ട് കിട്ടും. ആ ഒരു കുഴമ്പ് പോലത്തെ ഇത് മാത്രം കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ നല്ലതായിട്ട് എടുക്കുമ്പോൾ ഫൈനലി ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ തലമുടിയിൽ നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ലതായിട്ട് മസാജ് ചെയ്ത് നല്ല ഉടക്കൊക്കെ മാറ്റിയ നല്ലൊരു മുടിയിൽ മാത്രമേ ഇത് തേക്കാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ എണ്ണയൊന്നും തേക്കാതെ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മുടിയിലുള്ള ആ ഉടക്കൊക്കെ നന്നായിട്ട് ചീകി മാറ്റിയ ശേഷം നമ്മുടെ എണ്ണയോടെയുള്ള തലയോട് നമ്മൾ എന്ത് ചെയ്യുക, തലമുടിയിലും തലയിലൊക്കെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷണർ അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് നമ്മുടെ തല വാഷ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടി നല്ല ഷൈനി സിൽക്കി ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.